നമ്മൾ ഈ കാളികാവിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും മറക്കാത്ത ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചൊരു സ്ഥലമുണ്ട്. ഏതാണെന്നറിയോ? ആ മലയുടെ താഴ്വാരത്ത് അക്ഷരങ്ങൾ കൊണ്ടൊരു കൊട്ടാരം പണിത് ഒരുപാട് ആളുകളുടെ വിദ്യാലയ ജീവിതം മനോഹരമാക്കിയ അടക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ സ്കൂളിനെയും അതിന്റെ പരിസരത്തെയും അവിടെയുള്ള ആളുകളെയും അവിടുത്തെ അധ്യാപകരെയും കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ആവാഖാന്റെ വീടിലെ ഉപ്പിലിട്ട മാങ്ങയും ജാതിക്കയും, സക്കീറഖാന്റെ കടയിലെ മുട്ടായി, ഷെരീഫാഖാന്റെ ഐസ്, റസീന ഹോട്ടലിലെ വെള്ളിയാഴ്ചത്തെ ബിരിയാണി, പിന്നെ KGF-ലെ റോക്കി ബായിയെ പോലെ വരാന്തകളിലൂടെ മസിലും പെരുപ്പിച്ച് നടന്നു നീങ്ങുന്ന കമറുദ്ദീൻ മാഷും മൂപ്പരുടെ ചൂരലും, ₹1 കടലാസ് പ്ലേറ്റിൽ മൈമൂനത്താത്ത സ്നേഹം കൊണ്ട് വിളമ്പുന്ന ചോറും ഉമൈബത്താത്ത ഒഴിച്ചേരുന്ന ചെറുപയറും, പിന്നെ മൈമാലിയാക്കാന്റെ പീടിയിൽ നിന്ന് കിട്ടുന്ന ₹1 വെളുത്തുള്ളി അച്ചാറും കൂട്ടി ആ ഒറ്റ പ്ലേറ്റിൽ നിന്ന് 4 ആള് നിന്ന് തിന്നണത്. എടാ മോനെ, മരണമില്ലാത്ത ഓർമ്മകൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നും നിങ്ങൾ തിന്നാനാണോ സ്കൂളിൽ പോയിരുന്നതെന്ന്. എന്നാ അങ്ങനല്ല. അതൊക്കെ മറ്റേ പേര് പറഞ്ഞ പോലെ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോഴും ആ പൂന്തോട്ടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അനിയന്മാരോടും അനിയത്തിമാരോടും പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ കളിച്ച് രസിച്ച് പഠിച്ചു വളരുക. വിദ്യാലയത്തിന്റെ ഈ പൂക്കാലമൊക്കെ പെട്ടെന്ന് അസ്തമിക്കും. ആ കാലം കഴിഞ്ഞതാ. പിന്നെ അങ്ങോട്ടേക്കൊരു തിരിച്ചുപോക്കില്ല. ഒരുപാട് കുട്ടികളെ ജീവിതത്തിന്റെ നല്ല പാഠങ്ങൾ പഠിപ്പിച്ച് ഒടുവിൽ ഓർമ്മകളുടെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നുപോയ ഷാഹിദ ടീച്ചറുടെയും ഫസലുദ്ദീൻ മാഷിന്റെയും ഒരു കള്ളിമുണ്ടും മുറിക്കൈ ബനിയനും തോളിലൊരു തോർത്തുമായി ആ മലയോരത്ത് വിദ്യയുടെ കൂടാരം കെട്ടിപ്പടുത്ത മർഹൂം ബാപ്പു ഹാജിയുടെയും അപൂർണതയിൽ മുറിഞ്ഞുപോയൊരു ഭംഗിയുള്ള കവിത പോലെ മാലാഖമാരുടെ തോളിലേറി തന്റെ ഒരു കെട്ട് പുസ്തകങ്ങളുമായി സ്വർഗലോകത്തേക്ക് യാത്രയായ സുഹറ ടീച്ചറുടെയും മനോഹരമായ ഒരുപാട് ഓർമ്മകളാൽ വീർപ്പുമുട്ടുന്ന അനേകം പൂർവ്വ വിദ്യാർത്ഥികൾക്കു വേണ്ടി മനു മിൻഹാജ്.